ഇന്നേക്ക് 45 കൊല്ലങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ഒ.പി. ത്യാഗി ഇന്ത്യൻ പാർലമെന്റിൽ മതപരിവർത്തന നിരോധന ബിൽ അവതരിപ്പിച്ചതും ആ സമയങ്ങളിൽ ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കുവാൻ കത്തോലിക്കർ മുതൽ സിലോൺ പെന്തക്കോസ്തുകാർ വരെയുള്ള സകല ക്രൈസ്തവരും ഒരുമിച്ചുകൂടി പ്രാർത്ഥനയിൽ ഈ വിഷയം വെച്ചിട്ടുള്ളതും അതിന്റെ മുൻപിൽ ദൈവം നേരിട്ടിടപെട്ട് അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളതുമൊക്കെ ഇന്നെന്നതുപോലെ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവജനം ഒരു മനസ്സോടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഈ വിഷയങ്ങൾക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ചെയ്യുന്ന പരിശ്രമങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഇറാഖിൽ ഡാനിയലിന്റെ കാലത്തും ഇറാനിൽ എസ്തറിന്റെ കാലത്തും യഹൂദ ജനത്തിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധി പോലെ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രാർത്ഥനയിലൂടെ ദൈവമുഖം അന്വേഷിക്കുവാൻ എടുക്കുന്ന ഏത് പരിശ്രമവും അങ്ങേയറ്റം പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. ഇന്നേക്ക് 25ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് പെന്റിക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അന്ന് വിശേഷാൽ പാസ്റ്റർ വി.ഐ. യോഹന്നാൻ, ബ്രദർ തോമസ് വടക്കേക്കൂറ്റ്, ബ്രദർ കെ.എൻ. റസൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൻവേൽ മുതൽ വാശി വരെ ക്രിസ്മസ് ആഴ്ചയിൽ വാഹന റാലി സംഘടിപ്പിച്ചതും തുടർന്ന് വാശിയിലുള്ള സെന്റ് ലോറൻസ് സ്കൂളിന്റെ വിശാലമായ കോമ്പൗണ്ടിൽ വളരെ വിശാലമായ രീതിയിൽ ക്രിസ്മസ് സമ്മേളനം നടന്നതും ആ സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കന്മാർ ധാരാളമായി വന്ന് സംബന്ധിച്ചതും അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ ഹിന്ദി ഭാഷയിൽ നൽകിയതും എല്ലാം സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഇപ്പോൾ അലയൻസ് ചർച്ചിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. എന്നാൽ ആ സംരംഭത്തിന്, ശുശ്രൂഷയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവം തന്റെ അത്ഭുതങ്ങളുടെ കരം നീട്ടി തന്റെ ജനത്തെ സംരക്ഷിക്കുകയും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ തന്റെ ദാസന്മാർക്കും ധാരാളമായി ദൈവകൃപ നൽകപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.